എസെക്കിയേൽ അധ്യായം 28. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരത്തള്ളൽ കൊണ്ട് നീ പറഞ്ഞു, ഞാൻ ദേവനാണ്, സമുദ്രമധ്യേ ദേവന്മാരുടെ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുന്നു. എന്നാൽ നീ ദൈവത്തെപ്പോലെ ബുദ്ധിമാനെന്ന് തന്നെത്താൻ കണക്കാക്കുന്നെങ്കിലും നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമാണ്. തീർച്ചയായും നീ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. ഒരു രഹസ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഭരിച്ചു. വ്യാപാരത്തിലുള്ള നിന്റെ വലിയ അറിവ് മൂലം നീ സമ്പത്ത് വർദ്ധിപ്പിച്ചു, ധനം മൂലം അഹങ്കരിച്ചു. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്നെ തന്നെ ദൈവത്തെപ്പോലെ ജ്ഞാനിയായി കണക്കാക്കി. അതിനാൽ ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരായവരെ ഞാൻ നിന്റെ മേലയക്കും. നിന്റെ ജ്ഞാനത്തിൻ്റെ മനോഹാരിതയ്ക്ക് നേരെ അവർ വാളൂരും. അവർ നിന്റെ തേജസ് കെടുത്തിക്കളയും. അവർ നിന്നെ പാതാളത്തിലേക്ക് തള്ളിയിടും. വധിക്കപ്പെട്ടവനെ പോലെ നീ സമുദ്രമധ്യേ മരിക്കും. നിന്നെ കൊല്ലുന്നവൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദേവനാണ് എന്ന് നീ ഇനിയും പറയുമോ? നിന്നെ മുറിവേൽപ്പിക്കുന്നവൻ്റെ കൈകളിൽ നീ ദേവനല്ല, വെറും മനുഷ്യനാണ്. അപരിച്ഛേദിതനെ പോലെ നീ വിദേശികളുടെ കരത്താൽ മരിക്കും. കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ടൈർ രാജാവിനെക്കുറിച്ച് ഒരു വിലാപഗാനം ആലപിക്കുക. അവനോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പൂർണ്ണതയ്ക്ക് മാതൃകയായിരുന്നു, വിജ്ഞാനം തികഞ്ഞവനും സൗന്ദര്യസമ്പുഷ്ടനും. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഡൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരുവും പുല്ലാങ്കുഴലും സ്വർണ്ണനിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. ഒരു അഭിഷിക്ത കെരൂബിനെ നിനക്ക് കാവൽ നിർത്തി. നീ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിയിലായിരുന്നു. തീ പോലെ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നീ സഞ്ചരിച്ചു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന കെരൂബ് തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ ദുരുപയോഗപ്പെടുത്തി. നിന്നെ ഞാൻ നിലത്തെറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാർക്ക് കണ്ടു രസിക്കാൻ നിന്നെ ഞാൻ അവരുടെ മുമ്പിൽ നിർത്തി. നിന്റെ ദുഷ്കൃത്യങ്ങളുടെ ആധിക്യവും വ്യാപാരത്തിലെ അനീതി നിമിത്തം നിന്റെ വിശുദ്ധ സ്ഥലങ്ങൾ നീ അശുദ്ധമാക്കി. നിന്റെ മധ്യത്തിൽ നിന്ന് ഒരഗ്നി പുറപ്പെടുവിച്ച് എല്ലാവരും കാണുകെ ഞാൻ നിന്നെ ദഹിപ്പിച്ച് ഭസ്മമാക്കി. നിന്നെ അറിയുന്ന ജനതകൾ നിന്നെ കണ്ട് സ്തബ്ധരാകും. ഭീകരമായ അവസാനത്തിലേക്ക് നീ എത്തിയിരിക്കുന്നു. എന്നേക്കുമായി നീ ഇല്ലാതാകും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, സീദോന് നേരെ മുഖം തിരിച്ച് അവൾക്കെതിരായി പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, സീദോൻ, ഇതാ ഞാൻ നിനക്കെതിരാണ്. നിന്റെ മധ്യേ ഞാൻ എൻ്റെ മഹത്വം പ്രകടിപ്പിക്കും. എൻ്റെ ന്യായവിധി അവളിൽ ഞാൻ നടത്തും. എൻ്റെ വിശുദ്ധി അവളിൽ ഞാൻ വെളിപ്പെടുത്തും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ എല്ലാവരും അറിയും. ഞാൻ അവളുടെ നേരെ പകർച്ചവ്യാധികളെ അയക്കും. അവരുടെ തെരുവീഥികളിൽ രക്തമൊഴുക്കും. ചുറ്റും നിന്ന് അവൾക്കെതിരെ വരുന്ന വാളേറ്റ് മരിക്കുന്നവർ അവളുടെ മധ്യത്തിൽ വീഴും.
ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ച അയൽക്കാരിലാരും മേലിൽ കുത്തുന്ന മുൾപ്പടർപ്പോ മുറിവേൽപ്പിക്കുന്ന മുള്ളോ ആയിരിക്കുകയില്ല. ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അവർ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ഇസ്രായേൽ ഭവനത്തെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ജനതകളുടെ മുമ്പിൽ വെച്ച് ഞാൻ എൻ്റെ വിശുദ്ധി അവരിൽ വെളിപ്പെടുത്തും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ നൽകിയ അവരുടെ സ്വന്തം ദേശത്ത് അവർ വസിക്കും. അവർ അവിടെ സുരക്ഷിതരായിരിക്കും. അവർ വീട് പണിയുകയും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അവരോട് അവജ്ഞയോടെ പെരുമാറിയ ചുറ്റുമുള്ളവരുടെ മേൽ ഞാൻ വിധി നടത്തുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും. ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. Chapter 28. Thus the word of the Lord came to me, Son of man, say to the prince of Tyre, Thus says the Lord God, Because you are haughty of heart, you say, A god am I. I occupy a godly throne in the heart of the sea, and yet you are a man and not a god, however you may think yourself like a god. Oh yes, you are wiser than Daniel. There is no secret that is beyond you. By your wisdom and your intelligence you have made riches for yourself. You have put gold and silver into your treasuries. By your great wisdom applied to your trading you have heaped up your riches. Your heart has grown haughty from your riches. Therefore thus says the Lord God, Because you have thought yourself to have the mind of a god, therefore I will bring against you foreigners, the most barbarous of nations. They shall draw their swords against your beauteous wisdom. They shall run them through your splendid apparel. They shall thrust you down to the pit, there to die a bloodied corpse in the heart of the sea. Will you then say, I am a god, when you face your murderers? No, you are a man, not a god, handed over to those who will slay you. You shall die the death of the uncircumcised at the hands of foreigners, for I have spoken, says the Lord God. Thus the word of the Lord came to me, Son of man, utter a lament over the king of Tyre, saying to him, Thus says the Lord God, You were stamped with the seal of perfection, of complete wisdom and perfect beauty. In Eden, the garden of God, you were, and every precious stone was your covering, carnelian, topaz, and beryl, chrysolite, onyx, and jasper, sapphire, garnet, and emerald. Of gold your pendants and jewels were made on the day you were created. With the cherub I placed you. You were on the holy mountain of God, walking among the fiery stones. Blameless you were in your conduct from the day you were created, until evil was found in you, the result of your far-flung trade. Violence was your business, and you sinned. Then I banned you from the mountain of God. The cherub drove you from among the fiery stones. You became haughty of heart because of your beauty. For the sake of splendor you debased your wisdom. I cast you to the earth, so great was your guilt. I made you a spectacle in the sight of kings. Because of your guilt, your sinful trade, I have profaned your sanctuaries, and I have brought out fire from your midst, which will devour you. I have reduced you to dust on the earth, in the sight of all who should see you. Among the peoples, all who knew you stand aghast at you. You have become a horror. You shall be no more. Thus the word of the Lord came to me, Son of man, look toward Sidon, and prophesy against it. Thus says the Lord God, See, I am coming at you, Sidon. I will be glorified in your midst. Then they shall know that I am the Lord, when I inflict punishments upon it, and use it to manifest my holiness. Into it I will send pestilence, and blood shall flow in its streets. Within it shall fall those slain by the sword that comes against it from every side. Thus they shall know that I am the Lord. Sidon shall no longer be a tearing thorn for the house of Israel, a briar that scratches them more than all the others about them who despise them. Thus they shall know that I am the Lord. Thus says the Lord God, When I gather the house of Israel from the peoples among whom they are scattered,
Then I will manifest my holiness through them in the sight of the nations. Then they shall live on their land which I gave to my servant Jacob. They shall live on it in security, building houses and planting vineyards. They shall dwell secure, while I inflict punishments on all their neighbors who despise them. Thus they shall know that I, the Lord, am their God.